മലബാർ പെറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക. യോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രത്യേകതയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫൈറ്ററിൻ്റെ ബ്രീഡിംഗ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഫൈറ്ററിൻ്റെ ബ്രീഡിങ് ആയിട്ടാണ് അപ്പോൾ എഗ്ഗൊക്കെ കയറി വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണൂല, കാരണം ഞാനത് അപ്ലോഡ് ചെയ്യണത്ര അത് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള വീഡിയോ ആണിത്. പിന്നെ അതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് ഞാൻ ക്ലീനാക്കി നമ്മളെ ടാങ്കിലത്തെ വെള്ളമൊക്കെ മാറ്റി നമ്മളെ എലിഫൻ്റ് ഇയർ നോക്കി കിടുകാജിയായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ മൊയിനെയാണ്. ഇതിപ്പോൾ നമുക്കിത് മാറ്റണം. ഇതാണ് നമ്മളെ ഫൈറ്റർ. ഇതിപ്പോൾ ഇത് കാണുമ്പോൾ എന്തോന്ന് ഫൈറ്ററായ എന്തോന്നും വിചാരിക്കുന്നുണ്ടാവും. ഇത് ആൽമണ്ട് ലീഫാണ്. നമുക്ക് ആൽമണ്ട് ലീഫിൻ്റെ എക്സ്ട്രാക്റ്റ് ആക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ആൽമണ്ട് ലീഫ് എന്താക്കണം, കഴുകണം. വീഡിയോ എടുക്കാൻ ആരുമില്ല, ഓനിപ്പം വരും. നമുക്ക് ആൽമണ്ട് ലീഫ് എന്താക്കാം, ഒരു പണി ചെയ്യുക. ആദ്യം ഇവിടെ വെക്കാം. ഫൈറ്ററിനെ കാണിച്ചത് നിങ്ങൾക്ക്. ഈ ഫൈറ്ററിന് റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ 300 രൂപക്കാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തിയാണ്. 300 രൂപ നമുക്ക് നഷ്ടം എന്നൊക്കെ പറയും ചില ആൾ പറയും ലാഭം എന്നൊക്കെ. അത് ഞാൻ കാര്യമാക്കുന്നില്ല, കാരണം നമ്മളെ ചാനലിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടി കുറച്ച് ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. ഫീമെയിൽ എഗ്ഗ് മിനിമം കുറച്ചൊന്ന് കയറിയിട്ടുണ്ട്. ഇതാ നമ്മളെ ഫൈറ്റർ HM എന്നാണ് പറഞ്ഞത്, ഹാഫ് മൂൺ അങ്ങനെ തോന്നുന്നു. ഇപ്പോൾ ഇതാ മെയിലിനെ കാണിച്ചാൽ ഗ്ലാസ്സിലിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈ ആദ്യം നിങ്ങളെ ഇവിടെ ഒന്ന് വെക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് വെക്കാം. ഓക്കെ, ഇങ്ങനെ എന്നാൽ ശരിയല്ല. ഓക്കെ, അവിടെ വരുന്നുണ്ട്. ഓനിപ്പം വരും. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മൊയിനൊക്കെ മാറ്റണം. മൊയിന കൾച്ചർ മൊത്തത്തിൽ മാറ്റണം. അപ്പോൾ മൊയിന കൾച്ചർ നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് മൊയിന കൾച്ചർ ഇടാൻ വേണ്ടിയിട്ട് പഴയൊരു ബക്കറ്റ് വരുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ഇത് പഴയൊരു ബക്കറ്റാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് വേറെ ഇപ്പോൾ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിലാണ് നമ്മളെ മൊയിനെ കൾച്ചർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ കുറച്ച് കൂത്താടി ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ആദ്യത്തെ ദിവസം നമുക്ക് കൂത്താടിനെ കൾച്ചർ ചെയ്യാം. ഈ കൂത്താടികളെ ഫുഡ് ആയിട്ട് കൊടുക്കായിട്ട് നിങ്ങൾക്ക്. അപ്പോൾ കൂത്താടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൾച്ചർ ഉണ്ടായിരുന്നു, എല്ലാം ഡെഡായിപ്പോയി. അപ്പോൾ നമുക്ക് എന്താക്കണം, പുതിയതായിട്ട് കൂത്താടി ഒന്നും കൂടി തുടങ്ങണം. അപ്പോൾ ഈ ബക്കറ്റ് നമുക്ക് ഒന്ന് ആദ്യം ഇതുകളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബക്കറ്റ് എടുത്തിട്ട് ഇടം വരെ കൊണ്ടിട്ടുണ്ട് എൻ്റെ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിന്ന് കൂത്താടികളൊക്കെ കളക്ട് ചെയ്യാം. അപ്പോൾ ഇത് കൂത്താടിനെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊന്ന് ഇറക്കി ചെയ്യുന്നത് എന്താ വെച്ചാൽ കൂത്താടികളുടെ കച്ചറൊക്കെ ഉണ്ട്. കൂത്താടികളെ മാത്രം എടുക്കാനാണ്. നമുക്ക് കൂത്താടികളെ മാത്രം ഒന്ന് എടുക്കട്ടെ. അപ്പോൾ ഇതിലുണ്ടായ മൊയിനേനൊക്കെ നമ്മൾ എന്താക്കി ആ ബക്കറ്റിലൊക്കെ ആക്കിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ മൊയിനേനെ കണ്ട എത്ര പാട്. അപ്പോൾ ഇതിലേക്ക് ആക്കിയപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫൈറ്ററിനെ ഇറക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കിണർത്ത വെള്ളം നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തെടുത്താൽ ശരിയാവില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ വാഴയില ഇതിലേക്ക് വെള്ളം നിറക്കണം. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് വാഴയില ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വട്ടയിലാണ്, ഒരുപാട് വട്ടയുണ്ട്. അപ്പോൾ ഈ വട്ടയിലാണ് നമ്മൾ ആൽമണ്ട് ലീഫ് എക്സ്ട്രാക്റ്റ് ആക്കുന്നത്. അപ്പോൾ എക്സ്ട്രാക്റ്റ് ആക്കാൻ ഒരു ദിവസം എടുക്കും, ഒരു ദിവസത്തെ കൂടുതൽ എടുക്കും. തൽക്കാലത്തേക്ക് നമ്മൾ ഇപ്പം ബ്രീഡിംഗ് ഒന്നും ചെയ്യുന്നില്ല, നമ്മളിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യുന്ന മാത്രമേ കാണിച്ചിരുന്നേ ഉള്ളൂ. ഇതിൻ്റെ കണ്ടീഷൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ബോട്ടിൽ ചെയ്യുന്ന കുട്ടികളെ അതൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കഴുകിയെന്ന്. അപ്പോൾ നമ്മൾ ആൽമണ്ട് ലീഫ് ഇട്ട് എക്സ്ട്രാക്റ്റ് ആക്കണമെങ്കിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് പഴകിയ വെള്ളം എടുക്കേണ്ടത്, പഴകിയല്ല അത് കിണർത്ത വെള്ളം എടുക്കുന്നത്. അപ്പോൾ എടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വരെ കുറച്ച് അങ്ങോട്ടായതുകൊണ്ട് വെള്ളം എടുത്തിട്ട് വേണം കിണറിന്. അപ്പോൾ നമുക്ക് ആദ്യം എന്താക്കാം, നമുക്ക് ആൽമണ്ട് ലീഫിലേക്ക് വയ്ക്കാം. അപ്പോൾ അല്ലെങ്കിൽ വേണ്ട, ആദ്യം നമുക്ക് നമ്മളെ ഇതിലേക്ക് ഒഴിക്കുക, ഫൈറ്ററിൻ്റെ ഇതിലേക്ക് വട്ടയിലേക്ക് കുറച്ച് ഒഴിച്ചായി നന്നായി കണ്ട ഒഴിച്ചോ. ഓക്കെ മതി. ഫൈറ്ററിന് ഇതന്നെ ധാരാളമാണ്, ഒരുപാടൊന്നും വേണ്ട. നമുക്ക് ബ്രീഡ് ചെയ്യുമ്പോൾ കുറച്ച് എടുക്കും. ഇതിലേക്ക് വെച്ചോ, ഒഴിക്കടാ. അപ്പോൾ ഇതിലേക്ക് ആൽമണ്ട് ലീഫിനെ എക്സ്ട്രാക്റ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ചും കൂടി ഉണ്ട്. നമ്മളെ ഫൈറ്ററിൻ്റെ ഇതിലേക്ക് ഒഴിക്കാം, കുറച്ചിലേക്ക് ആക്കി കഴിക്കാം. ശേഷം നമുക്ക് നമ്മളെ ഫൈറ്ററിൻ്റെ രണ്ടിനും ഇതിലേക്ക് ഇറക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ടെടുക്കാം. ഇത് ഒപ്പം ഫൈറ്ററിന് വെള്ളം കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. നമ്മൾ ഫൈറ്ററിനെ മെയിലിനിറക്കി
ഫീമെയിൽ ഇറക്കാനായിട്ടാണ്. അപ്പം വാട്ടർ ക്യാബേജ് ഉണ്ട് നമ്മളതിൽ. വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഫോക്സ് ടെയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ റേറ്റ് ഫോക്സ് ടെയിലിന് 80 100, വലുതിനൊക്കെ 80, ചെറുതിനൊക്കെ 60. ആ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. വാട്ടർ ക്യാബേജ് ഉണ്ട്. അതിൽ 5 വാട്ടർ ക്യാബേജിന് 30 രൂപ മാത്രമേ ഉള്ളൂ. നമുക്ക് വെള്ളം ഒന്ന് കുറക്കണം ഇതിലത്തെ. ഫീമെയിലിനെ ഓട്ടിക്ക് ഇതാക്കുന്നുണ്ട്. നമുക്കൊന്ന് വെള്ളം കുറക്കണം, കുറച്ച് ഗ്ലാസ് കറക്റ്റൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മളെ കൂത്താടിയാണ്. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്കിത് കൂത്താടി ഫീഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അവരെന്ത് ഫീഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കൊട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ കൊട്ടയുടെ അടിയിൽ ബബിൾസ് ഇടുന്നതായിരിക്കും. നമുക്കിത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. ഇതിലേക്ക് ഇട്ട് വെക്കുക ഈ കൊട്ട. എന്നിട്ട് ഇവിടെ വെച്ചെടുത്താൽ മതി. അതാകുമ്പം മെയിൽ അതിൻ്റെ അടിയിൽ പോയിട്ട് ബബിൾസ് ഇട്ടോളൂ, ബബിൾ നെസ്റ്റ് ആക്കും. അപ്പോൾ ഇത് അതാകണ്ട ഇങ്ങനെ നീങ്ങിപ്പോകുന്നുണ്ട്. അതിനൊരു ട്രിക്ക് ഉണ്ട്. ഒരു പശ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒട്ടിച്ചാൽ ഇതെന്ത് ട്രാൻസ്പെറൻറ്റ് ഇങ്ങനത്തെ കൊട്ടയിരുന്ന് വെച്ചാൽ നമുക്ക് ബബിൾ നെസ്റ്റിൻ്റെ ഉള്ളിൽ എഗ്ഗ് കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പം അതിനുകൊണ്ടാണ് അങ്ങനെ ആക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇങ്ങനൊരു പ്ലാസ്റ്റർ ഇങ്ങനെ വെച്ചാൽ ഇത് ഊതിയാൽ കണ്ട പോവില്ല. അപ്പോൾ നമ്മുടെ കുറച്ച് ഒന്ന് എന്താക്കുന്നത്, നമ്മൾ വാട്ടർ പ്ലാന്റ് ഒന്നും കൂടി ഇടുന്നുണ്ട്. വാട്ടർ ക്യാബേജ് ഫോക്സ് ടെയിൽ വലുതായതുകൊണ്ടാണ് ഇതിലിടാത്തത്. തൽക്കാലം ഇപ്പോൾ നമ്മൾ വാട്ടർ ക്യാബേജ് ഒന്നും ഇടുന്നില്ല. അത് കുറച്ച് സമയം എടുക്കും. മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ മെയിൽ ബബിൾസ് ഇടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നമ്മൾ ഈറ്റിങ്ങൊക്കെ ഒന്ന് ഫുഡ് ഫീഡ് ചെയ്യാം. നമ്മൾ ഇതാ മൊയിനെന്ന് പറയുന്നത് കൂത്താടിയാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഫീഡ് ചെയ്യാം. അപ്പം നമുക്ക് കൂത്താടി ഫീഡ് ചെയ്യണം ആയിട്ടാ. അപ്പം നമ്മൾ ഇത് ഒരു ഇങ്ങനത്തെ സിറിഞ്ച് എടുത്തിട്ട് നമ്മളെ ബ്ലഡ് വോമിനൊക്കെ ഇപ്പോൾ കൂത്താടികളൊക്കെ ഒന്ന് കൊടുക്കാൻ പോവുകയാണ്. കൂത്താടികളെ ഇതിൽ ബ്ലഡ് വോമിന് കുറച്ച് ഫംഗസ് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, മൊയിനൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലഡ് വോം ഇപ്പോൾ കൂത്താടികളെ നമുക്ക് ഇതിലൊന്ന് ഫീഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഒന്ന് കഴുകാൻ വേണ്ടി ഒന്ന് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആദ്യം നമ്മൾ ഫീമെയിലിന് കൊടുക്കാൻ വിചാരിച്ചു. ഓക്കെ, ഫീമെയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് തന്നെ ഒഴിക്കാൻ വിചാരിച്ചിട്ടാണ്. നന്നായിട്ട് കഴിക്കുന്നുണ്ട് ആ ഫീമെയിൽ. നമുക്ക് മെയിലിനൊന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഇതിപ്പോൾ കൂത്താടികളെ നമ്മൾ മെയിലിനൊന്ന് കൊടുത്തേക്കാം. ലൈഫ് ഫുഡാണ് നമ്മളെ ഫൈറ്റിന് ഏറ്റവും നല്ലത്. ഇപ്പോൾ 2 കൂത്താടികൾ ആദ്യം ഇട്ടിട്ടുണ്ട്. അതിനെ കണ്ടോന്നറിയില്ല. കണ്ട അപ്പോൾ കഴിക്കും. നോക്കാം എന്താക്കുന്നു. ഇപ്പോൾ നമ്മളെ ഫൈറ്ററിൻ്റെ മെയിൽ കണ്ടിട്ട ഇപ്പോൾ കണ്ട്. ഇപ്പോൾ ആദ്യത്തെ ആളെ ആദ്യത്തെ ആളെ കഴിച്ചിട്ടുണ്ട്. ബാക്കി 2 ആളുണ്ട്. അപ്പോൾ അവരെയും കഴിച്ച്. കൂടുതൽ ഓവർ ഫീഡ് ആവാൻ നിൽക്കണ്ട, പ്രത്യേകം പറയുന്നു. ഓവർ ഫീഡ് ആക്കാൻ നിൽക്കണ്ട വെറുതെ. അപ്പം ഫീമെയിൽ കുറച്ച് കൊടുത്തുകൊണ്ട് ഫീമെയിലിന് ഒന്നിനും കൂടി കൊടുത്ത്. അപ്പോൾ ഇത് രാവിലെ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, ഒന്നും അതുകൊണ്ടാണ് ഇപ്പോൾ കൊടുത്തത്. അപ്പോൾ ഇതിന് പെല്ലറ്റൊക്കെ ഒന്ന് കച്ചര നമ്മൾ സക്ക് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഒരു കച്ചര കാണുന്നുണ്ട്. അപ്പോൾ സക്ക് ചെയ്തെടുത്ത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ പാർട്ട് 2 ആയിട്ട് നാളെ നാളെയല്ല. ഓക്കെ, ഇതിൻ്റെ ബബിൾ നെസ്റ്റ് ഇട്ടതിന് ശേഷം
ആ കാര്യങ്ങളൊക്കെ അടുത്ത ഫുഡ് എന്താ നാളെ കൊടുക്കുന്നത് അതൊക്കെ ഞാൻ നിരന്തരം ഇടുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ വീഡിയോ അടുത്ത വീഡിയോ നാളെ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നിങ്ങൾക്കൊന്നും പണിയൊന്നുമില്ല, നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കാം, ഫ്രീ ആയിട്ട് നിൽക്കാമെന്നേ ഉള്ളൂ. സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കാൻ തൊട്ടടുത്താകുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. വേറെ നിങ്ങൾക്കൊന്നും പണിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താമെന്നേ ഉള്ളൂ. അപ്പോൾ അമ്മ മെയിലും ഫീമെയിലും തൽക്കാലത്തേക്ക് ഇട്ടാന്ന്, വേറെ വയ്യൊന്നും ഇല്ലാത്തതുകൊണ്ട് ബോട്ടിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല, സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അമ്മ ടെറസിലേക്ക് ഇപ്പം മാറ്റാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മൊയിനയിൽ അപ്പോൾ ഇത് ഇപ്പോൾ എഗ്ഗൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഫീഡൊക്കെ ചെയ്യണം. ഒരു 4 ദിവസം എന്തായാലും ഇതിങ്ങനെ വെക്കും. ഇതാണ്ടാ 4 ദിവസം എന്തായാലും ഇതിനിങ്ങനെ വെക്കും. എന്നിട്ട് മാത്രം ഇപ്പോൾ നമ്മൾ ഈ ബ്ലഡ് വേംസിനൊക്കെ എന്തോ ഫംഗസ് പിടിച്ചിട്ടുണ്ടാ, ബ്ലഡ് വേംസിനൊക്കെ ഫംഗസ് പിടിച്ചിട്ടുണ്ട്. ഈ ബ്ലഡ് വേമിനൊക്കെ മാറ്റണം. ബ്ലഡ് വേം ശരിയാവില്ല. അപ്പോൾ നമ്മളെ എന്താ നമ്മളെ ഈ ഫൈറ്ററിൻ്റെ ഒരു കൊട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ബബിൾസ് ഇട്ടില്ലെങ്കിൽ ഇട്ടോട്ട് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ബബിൾസ് പൊട്ടണ്ട വിചാരിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ എഗ്ഗ് കുറച്ചും കൂടി ആയിക്കോട്ട് വിചാരിച്ചിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് നമ്മൾ ഇതിന് ബ്രീഡിങ്ങിന് എടുക്കും. എന്നിട്ട് നമ്മൾ ആൽമണ്ട് ലീഫിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ ഇട്ട് നമ്മളെ കുട്ടികളൊക്കെ ഇതിൽ തന്നെ ഇറങ്ങിക്കോട്ട് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇതൊരു 2 മാസം ഇതിപ്പോൾ ബ്രീഡിങ് സ്റ്റേജ് എത്തിയാൽ നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും. അതിന് ഇപ്പം ബ്രീഡാവട്ടെ എന്നിട്ടല്ലേ സെയിലിൻ്റെ ഇതിലൊക്കെ പറയല്. അപ്പോൾ നമുക്ക് എന്താക്കാം, ആദ്യം ഒരു കൊട്ട എടുക്കാം. കൊട്ടയെന്ന് പറഞ്ഞാൽ നമ്മളെ പാക്കാക്കുന്ന കൊട്ടയില്ല ഇങ്ങനത്തെ, അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റി കൊട്ട കിട്ടുന്നുണ്ട്. അത് ഒന്ന് മുറിച്ചിട്ടിട്ടാൽ മതി. അതിനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക്